അപ്പോൾ ഇന്നും നമുക്കൊരു ചെറിയ ഷോപ്പിംഗ് വ്ളോഗ് നോക്കിയാലോ. നമ്മൾ ഈവനിങ് ആയപ്പോൾ ഷോപ്പിങ്ങിന് ഇറങ്ങാൻ പോവാണ്. അപ്പോൾ പോണീൻ്റെ മുന്നേ നമുക്ക് വയറൊന്ന് ഫുള്ളാക്കിയിട്ട് പോവാം. അപ്പോൾ ഇന്ന് ജോലി കഴിഞ്ഞ് വന്ന സമയത്ത് കട്ട്ലേറ്റും പഴംപൊരിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് നമുക്ക് ഷോപ്പിങ്ങിന് വേണ്ടി ഇറങ്ങാം. അപ്പോൾ ഇന്നും നമ്മൾ ഷോപ്പിങ്ങിന് പോണത് ഓട്ടോയിലാണ്. ഓട്ടോ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഞങ്ങളെല്ലാവരും പോയി കയറട്ടെ. പോണ വഴിയിൽ നമ്മൾ ഇപ്പാനെ കണ്ടിട്ടുണ്ടായിരുന്നു. ഇതാണ് കേട്ടോ ഞങ്ങളിപ്പ. അപ്പം നമ്മുടെ ആദ്യത്തെ ലക്ഷ്യം നമ്മളെ കല്യാണത്തിന് ഇടാൻ പോകുന്ന ഡ്രസ്സിന് സിബ്ബ് വെക്കുക എന്നുള്ളതാണ്. നമ്മൾ ഫീഡ് ചെയ്യണോണ്ട് സിബ്ബ് വെക്കൽ നിർബന്ധമാണ്. സിബ്ബ് വെക്കാൻ കൊടുത്ത് അതിന് നേരെ താഴെ തന്നെയാണ് നമ്മളെ കുട്ടികളുടെ ഷോപ്പ്. അപ്പോൾ സൈനുവിനൊരു ഷൂ എടുക്കാൻ വേണ്ടിയിട്ട് തപ്പിക്കൊണ്ട് നിൽക്കുകയാണ്. ഓൻ്റെ കാലിന് കറക്റ്റ് സൈസിനുള്ള കിട്ടി, പക്ഷേ ഓന് ഡ്രസ്സിന് മാച്ച് ആവണത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് നേരമൊക്കെ നോക്കി കിട്ടുമോ നോക്കി, പക്ഷെ അവസാനം കിട്ടിയില്ല. അപ്പോൾ നമ്മൾ തിരിച്ച് വേറെ കടയിൽ നിന്ന് വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ പോയത് നെസീമേക്കാണ്. ഇന്നലത്തെ വ്ളോഗ് കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും. സിസ്റ്ററിൻ്റെ മോനൊരു കുർത്ത എടുത്തിട്ടുണ്ടായിരുന്നു. അതൊന്ന് എക്സ്ചേഞ്ച് ചെയ്ത് ഷർട്ട് ആക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഇന്നലെ തന്നെ ഒരു ഷർട്ട് അവിടെ നോക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും അതിന് മാച്ചായിട്ട് ഒരു പാൻറ് എടുക്കാനാണ് നമ്മൾ പോണത്. അവിടെ ഫസ്റ്റ് ഫ്ലോറിൽ ചെന്നപ്പോൾ തന്നെ നമുക്കൊരു മിറർ കണ്ടു. മിറർ കണ്ടപ്പോൾ നമ്മൾ 2 ഫോട്ടോ എടുക്കണമല്ലോ. അപ്പോൾ 2 ഫോട്ടോ എടുത്തിട്ട് നമ്മൾ ഡ്രസ്സ് സെലക്ട് ചെയ്യാൻ പോയി. നമ്മൾ സെലക്ട് ചെയ്ത് വെച്ച ഷർട്ട് അവിടെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവൻ്റെ സൈസിന് കറക്റ്റായിട്ടുള്ളൊരു ലൂസ് ഫിറ്റ് പാൻറ്റാണ് നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതും അവിടെ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ പോയത് ചുട്ടി നോക്കാനാണ്. പെണ്ണിനല്ല, പെണ്ണിൻ്റെ 2 സിസ്റ്റേഴ്സ്. എനിക്കും എൻ്റെ സിസ്റ്ററിനും വേണ്ടിയിട്ട് ചുട്ടി നോക്കാൻ വേണ്ടി പോയതാണ്. പക്ഷേ അതവിടെ നമ്മൾ എടുത്തില്ല, നമുക്ക് മാച്ചായിട്ടൊന്നും കണ്ടില്ല. അപ്പോൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി നെക്സ്റ്റ് നമ്മൾ പോണത് കല്യാണ പെണ്ണിനുള്ള ഗോൾഡ് പർച്ചേസ് ചെയ്യാനാണ്. അതിന് കുറച്ചധികം സമയം എടുക്കും എന്നുള്ളതുകൊണ്ട് തന്നെ ഞാനൊരു ചെയർ എടുത്തിട്ട് ഒരു ഭാഗത്ത് ഇരിക്കുന്നു കേട്ടോ. അവൾ നോക്കണത് ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ജ്വല്ലറിയാണ്. ഈ ഒരു ചെയിന് നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ അവൾക്ക് ഇട്ടിട്ടും. പിന്നെ അവിടെ നിന്നും കഴിഞ്ഞിട്ട് നമ്മൾ ഇനി നമ്മുടെ ലക്ഷ്യം ഉപ്പാക്കൊരു ഷർട്ട് എടുക്കാമെന്നാണ്. പക്ഷേ ഷർട്ടൊന്നും നമുക്ക് ഇഷ്ടമായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് എടുക്കാതെ പോകുന്നു. ഇനി അന്നമാണ് ഉന്ന. അപ്പോൾ നല്ല ദാഹിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ക്ലോസ് ചെയ്യാനായ ഒരു കടയിൽ കയറിയിട്ട് ഒരു ലൈമ് വാങ്ങിയിട്ട് കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴാണ് കുറച്ച് ജീവൻ തിരിച്ചു വന്നത്. അതുവരെ ഇങ്ങനെ അലിഞ്ഞ് നമ്മളാകെ അങ്ങോട്ട് ഓഫായി പോയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഷോപ്പ് ചെയ്ത സാധനങ്ങൾ കൊണ്ട് ഓട്ടോ കയറാൻ പോവാം കേട്ടോ. നമ്മൾ ഓട്ടോ കയറിയിട്ട് നേരെ വീട്ടിലോട്ടാണ്. പോണ വഴിയിൽ മീൻ കണ്ടപ്പോൾ മീനും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇനി എവിടെ നിർത്തില്ല, നേരെ വീട്ടിൽ. അത്രയും ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ അവസാനം വീട്ടിലെത്തിയിട്ടുണ്ട്. കുറച്ച് പേര് വീഡിയോ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാതെ പോകുന്നുണ്ട്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമ്മളിനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.